ഓ, എൻ്റെ പേര് മാത്യു ജോർജ്. നാട്ടിലെ നാട്ടിലെ കുമ്മനാട്. കുമ്പനാട്. ഇവിടെ അമേരിക്കയിലായിട്ട് അമേരിക്കയിലായിട്ട് 98 വന്നു. 98. അപ്പോൾ ഒരു 36 years ആയി. ഇല്ല, 25 + 12 അല്ലേ? അല്ല, 98. 98. അപ്പോൾ 27 വർഷം. 27 വർഷം. നാട്ടിലെന്തായാലും സാറ്? ഞാൻ പിന്നെ ഗവൺമെന്റ് സർവീസിലായിരുന്നു. എവിടെയായിരുന്നു? ആലപ്പുഴ PhD പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയർ. പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പം വാട്ടർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോഴേ നേരത്തെ PhD പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതിൻ്റെ അകത്ത് എന്തായിട്ട് ഞാൻ കയറിയ സമയത്ത് ഞാൻ പിന്നെ പമ്പ് ഓപ്പറേറ്ററായിട്ടാണ് കയറി. അപ്പൊ ആലപ്പുഴ, നെടുമുടി, പിന്നെ കളർകോട്, ചന്ദനക്കാവ്, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ അന്ന് പിന്നെ ഇതേ ഉള്ളല്ലോ, എന്തുവാ, പിന്നെ കുഴൽക്കിണറേ ഉള്ളൂ. അപ്പൊ അത് ഗവൺമെന്റ് സപ്ലൈ ആണ് വെള്ളം. അത് ശരി. അപ്പോൾ ഈ പമ്പ് ഹൗസിലാണ് രാവിലെ മോട്ടോർ ഓണാക്കും. എത്ര മണിക്കൂർ അടിക്കും? 2 മണിക്കൂർ അടിക്കണോ? അത് നമ്മൾ അതിന് ഒരു പിന്നെ ടൈം ടേബിൾ ഉണ്ട്, ടൈമിംഗ് ഉണ്ട്. അപ്പൊ നമ്മളത് ടാങ്ക് ഫില്ല് ആകുന്നിടം വരെ അടിക്കും. പിന്നെ ഒരു അരമണിക്കൂർ 2 മണിക്കൂർ ഒക്കെ ഇടയിട്ട് അപ്പോഴത്തേക്ക് വെള്ളം യൂസേജ് ആകും. അത് വീടുകളിലാണോ അതോ പബ്ലിക് ഓഫീസുകളിലാണോ? എവിടേക്കാണ് പോകുന്നത്? ഈ കണക്ഷൻ എവിടേക്കാണ് പോകുന്നത്? അത് പോകുന്നത് വീട് അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഈ പബ്ലിക് സപ്ലൈ ഉള്ളല്ലോ. ആണല്ലേ? കാരണം ആറ്റിലെ വെള്ളം ഉപയോഗിക്കല്ലേ? ആറ്റിലെ അല്ല, ഇവിടെ കടൽ തീരമാണ്, ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളം. ഓക്കെ. ആലപ്പുഴ സൈഡെല്ലാം ഉപ്പുവെള്ളം. അപ്പൊ അവർക്കുള്ള വെള്ളമായി പോകും. അത് നെടുമുടി സൈഡിലും ഒക്കെ നല്ല വെള്ളമില്ല. പിന്നെ അപ്പൊ അന്നേരം ഗവൺമെന്റ് വാട്ടർ സപ്ലൈ ആകുന്നില്ല. സാർ ഏത് വർഷമാണ് ജോലി കയറിയത്? ഞാൻ 75 ലാസ്റ്റ്. 75 മുതൽ 98 വരെ ജോലി ചെയ്തു. റിട്ടയർ ചെയ്യായിരുന്നു അതോ? അല്ല, ഞാൻ റിട്ടയർ ചെയ്യുമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അവിടെ ജോലി ചെയ്യുമ്പോഴേ നമുക്ക് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് കിട്ടി, CPWD ഡൽഹിയിൽ. അപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ CPWD സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്. അതിലെന്തായിട്ട് പോയി? അതില് പിന്നെ ഇതുപോലെ മെയിൻ്റനൻസ്. ഇപ്പൊ സാറ് PSCയുടെ പരീക്ഷ എഴുതിയിട്ടാണ് പോയത്? അല്ല, നമുക്ക് അവിടെ അന്ന് പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കയറി. അന്നേരം അന്നൊക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കയറി. എന്നിട്ട് CPWD അണ്ടറിൽ എവിടെയൊക്കെ പോയി? അത് ഡൽഹിയിലായിരുന്നു, ആർക്കെപ്പുരം. അവിടെ ഡൽഹിയുടെ മുനിസിപ്പൽ ഏരിയ മാത്രമേ ഉള്ളായിരുന്നു. അത് ഞാൻ അന്ന് പിന്നെ മിലിറ്ററിയുടെയും പിന്നെ എയർഫോഴ്സിന്റെയും നേവിയുടെയും കൂടെ ഒരു ഓഫീസുണ്ട്, ബേസ് ഉണ്ട്. അതിനകത്ത് മെയിൻ്റനൻസ് ആയിരുന്നു. ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ്. വെള്ളമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ ഇലക്ട്രിക്കൽ ഡിപ്ലോമ. എവിടെ പഠിച്ചു? ഞാൻ പിന്നെ കോഴഞ്ചേരി ITI പഠിച്ചിട്ട് പിന്നെ മദ്രാസിലെ CTI. മനസ്സിലായി. ഈക്വലൻസ് എഴുതി. അപ്പൊ CTI സെൻട്രൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാം. അത് CTI എടുത്തു കഴിഞ്ഞ് കുറെ നാൾ പിള്ളേരെ പഠിപ്പിച്ചു. മാർത്തോമ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റർ, കോഴഞ്ചേരി. അത് ഏത് വർഷമാണ് പഠിപ്പിച്ചത്? അത് പിന്നെ 76, 78. ഒരു 1.5 ബാച്ചിനെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോ 200 രൂപ കിട്ടുമായിരുന്നോ? 200 കഷ്ടിക്ക. എന്നിട്ട് സാർ അവിടുന്ന് PhD കയറിയത് പെർമനന്റ് സർവീസ് അല്ലായിരുന്നോ? അല്ല, അത് ആയന്. അന്നേരം പിന്നെ ഇത് കിട്ടിയത്. അത് പിന്നെ നമ്മള് പിന്നെ അവിടെ അതപ്പോ ഒന്നുകൂടെ നല്ലതായിരുന്നു നമുക്ക്, ക്വാർട്ടേഴ്സും. ഇതും കിട്ടും ആയിരുന്നു, പക്ഷെ നമ്മൾ നിൽക്കണമായിരുന്നു. അന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അറിയുക, PSC അല്ല. മനസ്സിലായി. PSC ഉണ്ടായിരിക്കാം, ഉണ്ട്. കൂടുതൽ ആൾക്കാർ പാലക്കാട്ടൊക്കെ ആയി PhD കയറുന്നത്. വെള്ളത്തിന്റെ വാട്ടർ സപ്ലൈ ഇത് ആലപ്പുഴ പിന്നെ തണ്ണീർമുക്കം അവിടെ എല്ലാം പിന്നെ നല്ല വെള്ളമില്ല. ഇപ്പൊ ഞാൻ സാറോട് ചോദിച്ചാൽ അവിടെ എത്ര HP മോട്ടറൊക്കെയാണ് സാർ ഉപയോഗിച്ചിട്ടെന്ന് അറിയാം? ഓർമ്മയുണ്ടോ? അത് പിന്നെ 25 HP. നല്ല പമ്പ. അത് കുഴൽക്കിണറല്ലേ? അപ്പൊ അത് അവിടുന്ന് പിന്നെ കുഴൽക്കിണറേ ഉള്ളൂ. കാരണം എന്നിട്ട് അത് നേരിട്ട് ഡയറക്റ്റ് ഓവർ ടാങ്കിലോട്ട് അടിക്കും. അത് എന്നിട്ട് നമ്മള് പല പിന്നെ പമ്പിങ് ഹൗസ് ഉണ്ട്. ഇപ്പം ഇത് ഞങ്ങളുടെ പമ്പ് പോയിക്കൊണ്ടിരുന്നത് പുന്നപ്പറയാണ്. പുന്നപ്പറ പിന്നെ ഇതുണ്ടല്ലോ, പിന്നെ ഈ ആൾക്കാരെയൊക്കെ അടക്കുന്നത്. CPWD ആയിരുന്നു നല്ലത്. ഒന്നുകൂടെ ബെനിഫിറ്റ്സും ഉണ്ട്, നമുക്ക് നല്ല കോണ്ടാക്റ്റും ഉണ്ടാകും. ഹിന്ദി പിന്നെ അമേരിക്കക്ക് വരാൻ എങ്ങനെയാ? പിന്നെ ഈ CPWD കളഞ്ഞിട്ട് ഗൾഫിൽ പോയി.
എവിടെ പോയി? ഖത്തർ. ഖത്തറിൽ. അവിടെ എന്തായിരുന്നു? അവിടെ ഞാൻ ഓയിൽ ഫീൽഡ്, ഖത്തർ ജനറൽ പെട്രോളിയം കമ്പനി. അവിടെ ഇലക്ട്രീഷ്യൻ. അവിടെ പ്രൊഡക്ഷൻ സെന്ററിൽ പ്രൊഡക്ഷന്, പിന്നെ പമ്പിങ് സ്റ്റേഷനാണ് അത്. ഓയിൽ ഫീൽഡിലായിരുന്നു. ഡെസേർട്ടിലായിരുന്നു. ഡെസേർട്ടിലല്ല, പിന്നെ കടലിലായിരുന്നു. ഓ ഓക്കെ. അത് ഓഫ് ഷോറാണ്. പിന്നെ 14 ദിവസം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോരാം. പക്ഷേ 3 months നമുക്ക് വെക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് കടയിൽ വരും. അതിനനുസരിച്ച് ഹെലികോപ്റ്ററിലും പോകും, ചില സമയത്ത് ബോട്ടിലും. അത് 12 വർഷം. പിന്നെ ഇങ്ങോട്ട് സിസ്റ്റർ ഇവിടെ ട്യൂഷനിലുണ്ടായിരുന്നു. നേരിട്ട് ട്യൂഷനില്ല. ഒരു മാസം പോലും നിന്നില്ല. നമ്മള് ഇത് ഗ്രീൻ കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിയാണ്. ഞാൻ ആദ്യം ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തത്, ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു. ഞാൻ മെയിൻ്റെനൻസ് ഇലക്ട്രീഷ്യൻ. നല്ല വർക്കായിരുന്നു. അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അവിടെ നമ്മള് നല്ല നമുക്ക് ജോലി ചെയ്യാൻ പറ്റി. കാരണം ഈ ഗൾഫിൽ ജോലി ചെയ്തത് കൊണ്ട് ഒത്തിരി എക്സ്പീരിയൻസ്. എന്നിട്ട് സാറ് ഈ 220 നമ്മൾ 110 വന്നപ്പോൾ എന്തെങ്കിലും പ്രയാസം ഇല്ല? സിസ്റ്റം എല്ലാം ഒന്നാണ്. ഈ സർക്യൂട്ട് ബ്രേക്കറും ഒന്നുമില്ല. ബേസിക് സിസ്റ്റം എല്ലാം ഒന്നാണ്. പിന്നെ വോൾട്ടേജ് ഇവിടെ 110 ഉണ്ട്. ഇവിടെ അല്ല, പല വോൾട്ടേജ് ഉണ്ട് ഇവിടെ. 110 ഉണ്ട്, 220 ഉണ്ട്, 230 ഉണ്ട്, 240 ഉണ്ട്, 208 ഉണ്ട്, പിന്നെ 480 ഉണ്ട്. അതിനെല്ലാം നമ്മള് അല്ല, അതെല്ലാം നമുക്ക് വേണ്ട അനുസരിച്ച് നമുക്ക് പിന്നെ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോർമർ ഉണ്ട്. സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം, സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. അത് നമുക്ക് ലോഡിന്റെ അനുസരിച്ച് ട്രാൻസ്ഫോർമർ ഓർഡർ ചെയ്താലേ നമുക്ക് പിന്നെ സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് അപ്പും ചെയ്യാം. ഞാൻ ഇവിടെ സ്റ്റാഫോട് തന്നെയാണ്. മക്കള് 3 പേര്. ഒരാള് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു, ഒരാള് പിന്നെ സിറ്റി ഓഫ് ഹൂസിന് ജോലി ചെയ്യുന്നു, അല്ല സിറ്റി ഓഫ് ഷുഗർലാൻഡ്, ഒരാള് പിന്നെ സിക്ക നാട്ടിലാണ്. മോന് 3 പേര്, മോക്ക് 2 പേര്. പിന്നെ ഞാൻ എബ്രോണില്ല. പിന്നെ